നമ്മൾ ഈ ബോഡി മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ പല മെഷർമെൻറ്റുകളും എടുക്കാറുണ്ട്. അതുപോലെ നമ്മൾ സ്ലീവ് ക്യാപ്പിൻ്റെ മെഷർമെൻറ്റ് എടുക്കാറില്ല. പക്ഷേ അതിൻ്റെ കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 12 എന്ന് പറഞ്ഞിട്ട് കണക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ഒരു കണക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതേ കണക്ക് തന്നെ ഞാൻ നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്ന ഒരു കണക്കിലും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ മനസ്സിലാവാത്ത കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യം. കാരണം നെക്കിൻ്റെ വിഡ്ത്ത് ചെസ്റ്റിൻ്റെ അളവുമായിട്ട് എന്താണ് ബന്ധം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സ്ലീവ് ക്യാപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ സ്ലീവ് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവും നമ്മുടെ ചെസ്റ്റിൻ്റെ അളവുമായിട്ട് എന്താണ് ബന്ധമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഈ സ്ലീവിൻ്റെ എന്ത് അളവ് കിട്ടണമെങ്കിലും നമുക്കിവിടെ ആം ഹോളുണ്ട്, നമ്മുടെ ബൈസെപ്സ് ഉണ്ട്, സ്ലീവ് ക്യാപ്പ് ഓൾറെഡി ഇവിടെ ഉണ്ട്, ഇതൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 12. പിന്നെ ഈ നെക്കിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ നെക്ക് വിഡ്ത്ത് കിട്ടാനാണെങ്കിൽ നെക്ക് ഇരിക്കുന്നത് നമ്മുടെ രണ്ട് ഷോൾഡറിൻ്റെയും നടുക്കിലാണ്. ചെസ്റ്റുമായിട്ട് യാതൊരു ബന്ധവും ആൾക്കില്ല. അപ്പോൾ അതും എനിക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 12 എടുത്തു കഴിഞ്ഞാൽ ഈ സ്ലീവ് ക്യാപ്പും കിട്ടും, അതുപോലെ തന്നെ നമ്മളുടെ നെക്ക് വിഡ്ത്തും കിട്ടും എന്ന് പറയുന്ന ആ യുക്തി എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ യുക്തി മനസ്സിലായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ഉപകാരമായിരിക്കും.